സുംബ നൃത്ത വിവാദത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി സമസ്ത കാന്തപുരം വിഭാഗം. മയക്കുമരുന്ന് ഉപയോഗം തടയാൻ സുംബ പര്യാപ്തമാണ് എന്നതിന്റെ തെളിവ് എന്ത് എന്ന് റഹ്മത്തുള്ള സഖാഫി എളമരം. ഓട്ടവും ചാട്ടവും കരാട്ടയും സ്കൂളിലുള്ളപ്പോൾ സൂംബയുടെ ആവശ്യം എന്ത് എന്നും റഹ്മത്തുള്ള സഖാഫി എളമരം ചോദിച്ചു. ഇംതിയാസ് കരീം ചേരുന്നു വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട, ഇതിന് തെരഞ്ഞെടുത്ത ഒരു സർക്കാരുണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്ന തുടക്കത്തിൽ തന്നെ മന്ത്രി വി ശിവൻകുട്ടി വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇപ്പോഴിതാ ചില ചോദ്യങ്ങളുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് വിശദവിവരങ്ങൾ ഇംതിയാസ്? മോസി, വെരി ഗുഡ് മോർണിംഗ്. ഈ സ്കൂളിൽ സൂംബ നൃത്തവുമായി മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് സർക്കാർ നിലപാട്. ഇങ്ങോട്ട് ആജ്ഞാപിക്കലൊന്നും വേണ്ട എന്ന രീതിയിലായിരുന്നു സർക്കാർ വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യം. എന്നാൽ ഇപ്പോൾ സമസ്ത കാന്തപുരം AP വിഭാഗം നേതാവായിട്ടുള്ള റഹ്മത്തുള്ള സഖാഫി എളമരം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ഇവർ സമസ്തയും അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകളും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ മേനിയഴക് പ്രദർശിപ്പിക്കലാണ്, ആണും പെണ്ണും ഒരുമിച്ചാടലാണ് ഇതിന്റെ പിന്നിൽ, അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ റഹ്മത്തുള്ള സഖാഫി ചില ചോദ്യങ്ങൾ ഇപ്പോൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. അതിലൊന്നാണ് ഈ മയക്കുമരുന്ന് ഉപയോഗം തടയാൻ സൂംബ നൃത്തം പര്യാപ്തമാണ് എന്നതിന്റെ തെളിവ് എന്താണ്? അങ്ങനെ പാടിയാടുന്നവരൊക്കെ എനർജിക്ക് വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ ആ രീതിയിലേക്ക് ഇത് പോകുമോ എന്നൊരു സംശയത്തോടു കൂടിയാണ് അദ്ദേഹം ഒന്നാമത്തെ ചോദ്യം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ കായിക വിനോദങ്ങൾ, വ്യായാമ മുറകൾ എന്നിവ നിർബന്ധപൂർവ്വം ചെയ്യണമെന്ന് പറയാൻ പാടുണ്ടോ എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം, അങ്ങനെ നിർബന്ധിച്ച് ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ വിട്ടുനിൽക്കാം എന്ന് ശിവൻകുട്ടി പറയുന്നത് സ്വാഗതാർഹമാണ് എന്ന കാര്യവും പറയുന്നുണ്ട്. അതോടൊപ്പം സ്കൂളിൽ ഇപ്പോൾ ഓട്ടവും ചാട്ടവും കരാട്ടെ പരിശീലനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് സൂംബ എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഈ വിമർശനം ഉന്നയിക്കുന്നവരൊക്കെ മത സാമുദായിക നേതാക്കളാകുമ്പോൾ താലിബാനിസവും 19ാം നൂറ്റാണ്ടും ഒക്കെ പറഞ്ഞ് പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം സർക്കാരിൽ നിന്നുണ്ടാവുന്നുണ്ടെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ ഈ സമസ്തയുൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിമർശനവുമായി രംഗത്തെത്തിയത് ഇത് മേനിയഴക് പ്രദർശിപ്പിക്കലാണ് എന്ന രീതിയിലും അതുപോലെ തന്നെ ആണും പെണ്ണും ഒരുമിച്ചാടലാണ് എന്ന രീതിയിലുമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ലീഗിന് എന്താണ്, മുസ്ലിം ലീഗിന് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. അതിൽ ലീഗ് എടുത്ത നിലപാട്, അങ്ങനെ സർക്കാർ ഇപ്പൊ യൂത്ത് ലീഗ് അടക്കമുള്ളവർ പറഞ്ഞത്, സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് നല്ലതിനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല, മുന്നോട്ട് പോകാം. പക്ഷേ മതസംഘടനകളും മതസാമുദായിക നേതാക്കളൊക്കെ ഇതിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ആ സംശയത്തിനുള്ള അവരുടെ ചോദ്യങ്ങൾക്കുള്ള അവരുടെ സംശയം ദൂരീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകണം എന്നതായിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ